ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഞാൻ നോക്കുമ്പോൾ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ നേതാവ് വള്ളക്കടവ് നിജാം എന്നെന്തോ പറഞ്ഞൊരാൾ, തുളസിദാസ്, പിന്നെ ആരൊക്കെയോ മമ്മൂട്ടിക്ക് അല്ല അവാർഡ് കുഞ്ചാക്ക ഭവനാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞതിന് ആ കാരണം മുന്നിൽ വെച്ചുകൊണ്ട് എന്നോടുള്ള വിരോധം തീർക്കാനായിട്ട് തെറിയോട് തെറി. എന്തായാലും നമുക്ക് ശക്തമായിട്ട് മുമ്പോട്ട് പോകാം. ഇന്നെനിക്ക് സന്തോഷമുള്ള ദിവസം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ 1,45,000 സബ്സ്ക്രൈബേഴ്സായി. നമുക്ക് 45,000 പതുക്കെ 1000 വെച്ച് കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ശ്രദ്ധിക്കാൻ ആളുണ്ടെന്നും ആ ചാനലിൻ്റെ നിലവാരം നിലനിർത്തണമെന്നുള്ളതുകൊണ്ട് ഈ തെറി വിളിക്കുന്നവന്മാർ വിളിക്കട്ടെ. നമ്മൾ സത്യസന്ധമായി പറയുന്നു. ഈ തെറി വിളിച്ച ഓരോരുത്തരോടും ഞാൻ പറയുന്നു, ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു കഥയിലെ ഒരാളെക്കുറിച്ച് പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിച്ചാൽ, ഈ ദിനേശ് പറഞ്ഞ ഈ സ്റ്റോറി കള്ളമാണ് എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഈ ചാനൽ നിർത്താം. ഇതിലപ്പുറം ഞാൻ എന്ത് ഓഫർ കൊടുക്കാനില്ലേ? എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ ചാനൽ കാണുന്നവരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത്, ദിനേശ് ചേട്ടാ വർത്തമാനകാലത്തെ സിനിമയെക്കുറിച്ച് പറയുന്നതിനേക്കാൾ നിങ്ങൾ പഴയകാല സിനിമകളെക്കുറിച്ച് പറയുന്നതാണ് ഞങ്ങൾക്കിഷ്ടം. നിങ്ങൾ സത്യം മാഷിൻ്റെ അവസാന ജീവിതത്തിലെ അവസാന രംഗങ്ങൾ, നസീർ സാറിൻ്റെ അവസാന രംഗങ്ങൾ, വിജയശ്രീയുടെ കഥ, സാധനയുടെ കഥ, ജയൻ്റെ കഥ, അങ്ങനെയുള്ള കഥകൾ പറയൂ ദിനേശ് ചേട്ടാ. എത്ര പറഞ്ഞാലും മടുപ്പ് തോന്നില്ല, ഞങ്ങൾ കേട്ടോണ്ടിരിക്കാമെന്നാണ് പറയുന്നത്. ആ ഒരു വിശ്വാസം എനിക്ക് വല്ലാത്ത ആത്മധൈര്യം നൽകുന്നു. തീർച്ചയായിട്ടും അത്തരം ഒരു കഥയാണ് ഞാനിന്ന് പറയുന്നത്, ഇതുവരെ പറയാത്ത ഒരു പുതിയ കഥ. നസീർ സാർ സിനിമാ നടനായ കഥയെക്കുറിച്ച് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ചങ്ങനാശ്ശേരി SB കോളേജിൽ ഇൻ്റർമീഡിയറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ഇൻ്റർമീഡിയറ്റിന് പഠിക്കാൻ പോകുമ്പോൾ പുള്ളിക്ക് 2 മക്കളുണ്ട്, 2 പെൺമക്കളുണ്ട്. വിവാഹം കഴിച്ച് 2 പെൺമക്കളായി. അപ്പോൾ അങ്ങനെ 2 പെൺമക്കളുടെ പിതാവായ ചിറയൻകീഴുകാരനായ അബ്ദുൽ ഖാദർ എന്താ പറയുക, SB കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അടക്കം വെച്ചൊരു അപേക്ഷ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തുള്ളൊരു സ്നേഹിതൻ ആലുവയിലെ MB പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ നിർമ്മാണ കമ്പനി ഉടമ പോൾ കല്ലിങ്കലിന് അയച്ചു. പത്രത്തിൽ പരസ്യം കണ്ടിട്ടാണ്. പോൾ കല്ലിങ്കൽ നിർമ്മിക്കുന്ന പുതിയ സിനിമയിലേക്ക് പുതിയ മുഖങ്ങളെ ആവശ്യമുണ്ട് എന്നുള്ള പരസ്യം കണ്ടപ്പോൾ ഈ തിരുവനന്തപുരത്തുള്ള സുഹൃത്തിന് തോന്നി, എന്തുകൊണ്ട് എൻ്റെ സഹപാഠിയായ അബ്ദുൽ ഖാദറിൻ്റെ ഫോട്ടോ അയച്ചുകൂടാ എന്ന് തോന്നുകയും അങ്ങനെ അബ്ദുൽ ഖാദറിൻ്റെ നിന്ന് 2 ഫോട്ടോ വാങ്ങി. കാരണം അബ്ദുൽ ഖാദർ കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ നാടക നടനായിരുന്നു, GK പിള്ളയുമായിട്ട് ചേർന്ന്. അത് ഞാൻ മുമ്പൊരിക്കൽ ഒരു കഥയിൽ പറഞ്ഞതാണ്. ശോഭന പരമേശ്വരൻ നായരുമായിട്ടും നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കലാവാസനയുള്ള അബ്ദുൽ ഖാദറിൻ്റെ 2 ഫോട്ടോ വാങ്ങി ഡീറ്റെയിൽ എല്ലാം വെച്ച് പോൾ കല്ലിങ്കലിന് ആലുവയിലേക്ക് അയച്ചു കൊടുത്തു. പോൾ കല്ലിങ്കൽ അബ്ദുൽ ഖാദറിനെ ആലുവയിലേക്ക് വിളിച്ചു വരുത്തി. ഒരു സീക്വൻസ്, ഒരു രംഗം പറഞ്ഞു കൊടുത്ത ശേഷം അത് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു. ഖാദർ ഒരു മടിയുമില്ലാതെ അബ്ദുൽ ഖാദർ അഭിനയിച്ച് കാണിച്ചു. അങ്ങനെ പോൾ കല്ലിങ്കൽ നിർമ്മിക്കുന്ന മരുമകൾ എന്ന സിനിമയിലേക്ക് അബ്ദുൽ ഖാദറിനെ തിരഞ്ഞെടുത്തു. അജ്ഞാതനായ ആരുടെയോ ഒരു കഥയാണ് അത്. ആരുടെയെന്ന് സിനിമയിലൊന്നുമില്ല, റെക്കോർഡുകളിൽ ഞാൻ ഒരുപാട് പരിശോധിച്ചു ഈ മരുമകളുടെ കഥ ആരെഴുതിയതെന്ന്. പക്ഷെ ഒന്നിലും കാണാനില്ല. പക്ഷേ അതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് പ്രശസ്ത കഥാപ്രസംഗ ഖാദികൻ കെടാമംഗലം സദാനന്ദനാണ് എഴുതിയത്. നെയ്യാറ്റിൻകര കോമളമായിരുന്നു അബ്ദുൽ ഖാദറിൻ്റെ ആദ്യത്തെ നായിക എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ നെയ്യാറ്റിൻകര കോമളമ്മയെക്കുറിച്ച് ഒരു അഭിമുഖം ചെയ്യും. ഞാൻ ഇടയ്ക്കൊന്ന് വിളിച്ചപ്പോൾ അവർ ഈ കൊറോണ കാലമാണ്, എനിക്ക് വയസ്സ് ഒരുപാടായി, ഞാൻ എൻ്റെ വീട്ടിൽ ആരെയും കയറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, എനിക്ക് ആ ചാനലിൽ എൻ്റെ ഒരു അഭിമുഖം വരാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന്. കാരണം നമ്മൾ സിനിമയെക്കുറിച്ച് മാത്രം ചെയ്യുന്ന ചാനലായതുകൊണ്ടായിരിക്കാം, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, എനിക്കും ഇത് കാണുന്ന നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ നെയ്യാറ്റിൻകര കോമളാമ്മയെക്കുറിച്ച് ഒരു അഭിമുഖം ചെയ്യാം. മരുമകൾ പ്രദർശിപ്പിച്ച തിയേറ്ററുകളിലെല്ലാം ഫ്രെയിമിലേക്ക് അബ്ദുൽ ഖാദർ വരുമ്പോൾ കൂവൽ തുടങ്ങിയാൽ അബ്ദുൽ ഖാദർ പോകുന്നത് വരെ കൂവുമായിരുന്നു. എന്താണ് പ്രശ്നം എന്നിട്ട്, ഒരു പുതുമുഖ നടന് അവൻ്റെ ജാതകം അതോടുകൂടി അവസാനിക്കേണ്ടതാണ്. കാരണം ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയിലെ നായകൻ ഫ്രെയിമിൽ വരുമ്പോൾ അയാൾ പോണതുവരെ കൂവുക തിയേറ്ററിലെന്ന് പറഞ്ഞാലേ എണീറ്റ് നിന്ന് കൂവി എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തമിഴ് സിനിമകളൊക്കെ കണ്ടു വളർന്ന, അല്ലെങ്കിൽ തമിഴ് നാടകങ്ങളും തമിഴ് സിനിമയും കണ്ടു വളർന്ന ഒരു ജനതയ്ക്ക് മിതത്വത്തോടെ അഭിനയിക്കുകയാണെന്ന് തോന്നാത്ത രീതിയിൽ അഭിനയിക്കുന്ന അബ്ദുൽ ഖാദറിൻ്റെ പ്രകടനം ഇഷ്ടമായില്ല. അതാണ് കാരണം. എന്തായാലും ആദ്യത്തെ സിനിമയ്ക്ക് 750 രൂപ അബ്ദുൽ ഖാദറിന് പ്രതിഫലം കിട്ടി. മരുമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ KNK പ്രൊഡക്ഷൻസിന് വേണ്ടി
അടുത്ത് ചെയ്യുന്ന ഒരു പടത്തിലേക്ക് ക്ഷണം ലഭിച്ചു. KNK എന്ന് പറഞ്ഞാൽ കുഞ്ചാക്കോ ആൻഡ് കോശി. കാരണം ഉദയ സ്റ്റുഡിയോ വെള്ളി നക്ഷത്രം എടുത്ത് സാമ്പത്തികമായി ഞെരുക്കത്തിൽ നിൽക്കുമ്പോൾ ബഹുമുഖ പ്രതിഭയായ വക്കീലായ, ബിസിനസ്സുകാരനായ, പത്രാധിപരായ, സിനിമാ വിതരണക്കാരനായ കോശിയുമായിട്ട് ചേർന്ന് ഒരു ബാനർ ഉണ്ടാക്കുകയും അങ്ങനെ KNK പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന സിനിമയിലേക്ക് അബ്ദുൽ ഖാദറിന് ക്ഷണം വന്നു. കുഞ്ചാക്കോയും കോശിയും ചേർന്ന് നിർമ്മാണം ആരംഭിച്ച KNK നിർമ്മിച്ച നല്ല തങ്കയും ജീവിത നൗകയും വമ്പൻ വിജയങ്ങളായ കാലമായിരുന്നു. അപ്പോൾ ജീവിത നൗകയാണെങ്കിൽ 170 ദിവസമാണ് തുടർച്ചയായിട്ട് കോഴിക്കോട് കോർണേഷൻ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചത്. അത്രയും വലിയ വിജയമായിരുന്നു ജീവിത നൗക. അതുപോലെ തന്നെ നല്ല തങ്കയും. മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു നല്ല തങ്ക. ശബ്ദ ചലച്ചിത്രമായ ബാലൻ റിലീസായി 12 വർഷങ്ങൾക്കിടയിൽ 6 മലയാള സിനിമകളെ ഇറങ്ങിയിട്ടുള്ളൂ. ബാലനും നല്ല തങ്കയ്ക്കും ഇടയിൽ 5 സിനിമകളെ ഇറങ്ങിയിട്ടുള്ളൂ. 6ാമത്തെ സിനിമ വലിയ ഹിറ്റായി മാറി. ബാലൻ, ജ്ഞാനാംബിക, പ്രഹ്ലാദ, നിർമ്മല, പിന്നെ വെള്ളി നക്ഷത്രം, നല്ല തങ്ക ഇത്രയുമാണ് ഇറങ്ങിയത്. 1950 നല്ല തങ്ക ഇറങ്ങുന്നത്. ബിഷപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞ KNK പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന 3ാമത്തെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് നായകനാകാനായിട്ട് ഈ ചെറുകിഴുകാരനായ അബ്ദുൽ ഖാദറിനെ വിളിച്ചു വരുത്തിയത്. കണ്ട മാത്രയിൽ തന്നെ കുഞ്ചാക്കോയ്ക്കും കോശിക്കും അബ്ദുൽ ഖാദറിന് ഇഷ്ടമായി. കുമാരി തങ്കത്തെ ആയിരുന്നു നായികയായി നിശ്ചയിച്ചത്. അവരുമായിട്ട് ഒരു പ്രേമരംഗം അഭിനയിച്ച് കാണിക്കാൻ അബ്ദുൽ ഖാദറിനോട് പറഞ്ഞു. പ്രേമരംഗമായതുകൊണ്ട് കുഴപ്പമില്ല, നസീർ സാറിന് പ്രേമരംഗം ചെയ്യാൻ നിങ്ങൾ ആലോചിക്കുക അല്ലേ, ഇത് രസകരമായി പ്രേമരംഗങ്ങൾ അഭിനയിക്കും. മേക്കപ്പ് ടെസ്റ്റിലും ഖാദർ ഓക്കെ ആയി. പ്രേമരംഗം എടുത്തപ്പോൾ അതും മോശമല്ല, ഒരു പ്രശ്നവുമില്ലാതെ സങ്കോചമില്ലാതെ അദ്ദേഹം അഭിനയിച്ചു. അങ്ങനെ 1000 രൂപ അപ്പം തന്നെ അഡ്വാൻസ് കൊടുത്തു. 7000 രൂപയായിരുന്നു ഈ വിശപ്പിൻ്റെ വിളിയിലെ നായകൻ്റെ ശമ്പളം. അത് ഫിക്സ് ചെയ്തു. അതിന് 1000 രൂപ കൊടുത്തു. വിശപ്പിൻ്റെ വിളിയുടെ സെറ്റിൽ വെച്ചാണ് തെക്കുറിശി സുകുമാരൻ നായർ അബ്ദുൽ ഖാദറിനെ പ്രേം നസീറാക്കി മാറ്റിയത്. എന്ത് നല്ല പേരല്ലേ പ്രേം നസീർ. മെർലാൻഡുമായി കുഞ്ചാക്കോയുടെ കുരിശ് യുദ്ധം തുടങ്ങുന്ന കാലമാണ്. നല്ല തങ്കയും ജീവിത നൗകയും ബെമ്പർ ഹിറ്റുകളായപ്പോൾ ഒരു സിനിമ നിർമ്മിച്ചാൽ, ഞാനൊരു സിനിമ നിർമ്മിച്ചാൽ അത് വിജയിപ്പിക്കാൻ എനിക്കേ കഴിയൂ, മറ്റൊരാൾക്ക് ഒരു സിനിമ നിർമ്മിച്ച് വിതരണം ചെയ്ത് തിയേറ്ററിലെത്തിച്ച് വലിയ വിജയമാക്കാൻ കഴിയില്ല എന്ന് കുഞ്ചാക്കോയ്ക്കൊരു തോന്നൽ വന്നു. കാരണം തുടർച്ചയായി ഹിറ്റുകൾ ഉണ്ടാവുകയല്ലേ. മെർലാൻഡിൻ്റെ ആണെങ്കിൽ ആത്മസഖി എന്ന് പറഞ്ഞ സിനിമ വിചാരിച്ചതുപോലെ വിജയിക്കാത്തതും കുഞ്ചാക്കോയെ അല്പം നെഗളിക്കാൻ ഇട നൽകി. ഈ അവസരത്തിൽ ഒന്നുകൂടി അദ്ദേഹം ചിന്തിച്ചു. പണമാരി പടം ഉണ്ടാക്കുക, എന്നിട്ട് കിട്ടുന്ന ലാഭം 2 വീതം വയ്ക്കുക. അതായത് കുഞ്ചാക്കോയ്ക്ക് ഒരു വിഹിതം, കോശിക്കൊരു വിഹിതം. എന്തിന് വെറുതെ ഞാൻ അയാൾക്കും കൂടി പൈസ കൊടുക്കുന്നു എന്ന് കുഞ്ചാക്കോയ്ക്ക് തോന്നി. കാരണം വെള്ളി നക്ഷത്രം പൊളിഞ്ഞ് നിൽക്കുമ്പോൾ ഉദയായ്ക്ക് പുതിയൊരു സിനിമ ചെയ്യാൻ 10 പൈസ ഇല്ലാതിരിക്കുമ്പോഴാണ് കോശി വന്ന് കാശ് മുടക്കുന്നത്. പക്ഷേ നല്ല തങ്കയും ജീവിത നൗകയും ലക്ഷങ്ങൾ വാരിയപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുക, അതിൻ്റെ പകുതി ഈ കോശിക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. ബിഷപ്പിൻ്റെ വിളിയുടെ നിർമ്മാണ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കോശിയുടെ നിർദ്ദേശങ്ങളെ മനഃപൂർവ്വം കുഞ്ചാക്കോ തള്ളിക്കളഞ്ഞു. കോശി അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ കുഞ്ചാക്കോ പറയും ഇങ്ങോട്ട് പോട്ടെ. കാരണം എങ്ങനെയെങ്കിലും കോശിയെ പുറത്താക്കണം. ബിഷപ്പിൻ്റെ വിളിക്ക് സംഭാഷണം എഴുതിയത് മുതുകുളം രാഘവൻപിള്ളയും ഗാനരചന നടത്തിയത് ദക്ഷിണാമൂർത്തിയും ഗാനരചന നടത്തിയത് അഭയദേവുമായി ആയിരുന്നു. അതിൻ്റെ മുമ്പത്തെ പടങ്ങളും അഭയദേവായിരുന്നു. അപ്പോൾ ഈ പുതിയ സിനിമയ്ക്ക് ബിഷപ്പിൻ്റെ വിളിയിലും സംഗീതം ദക്ഷിണാമൂർത്തി നൽകട്ടെ എന്ന് കോശി പറഞ്ഞു. പക്ഷേ അതിനെ കുഞ്ചാക്കോ തള്ളിക്കളഞ്ഞു. കുഞ്ചാക്കോ പറഞ്ഞു ഈ പടത്തിൽ ദക്ഷിണാമൂർത്തി അല്ല സംഗീതം, PS ദിവാകർ സംഗീതം നൽകുമെന്ന് അസന്നിഗ്ധമായി കുഞ്ചാക്കോ പ്രഖ്യാപിച്ചു. നായകനാക്കാൻ അബ്ദുൽ ഖാദറിനെ അഭയദേവാണ് ഉദയ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നത്. ഖാദറിനെ കുഞ്ചാക്കോ അടിമുടിയൊന്ന് നോക്കി. അപ്പോഴാണ് കോശിക്ക് ഒരു രഹസ്യം മനസ്സിലായത്. അബ്ദുൽ ഖാദർ സംസാരിക്കുമ്പോൾ തൊണ്ടയിലെ മുഴ, ഇവിടെയുള്ള ഈ തൊണ്ടയിലെ മുഴ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാണ്ട് ഇളകുന്നത് പോലെ തോന്നി. ഇത് നായകനാവാൻ വരുന്ന ഒരാളിന് പോരായ്മയാണെന്ന് കോശി പറഞ്ഞു. ഓ, അതൊന്നും സാരമാക്കണ്ട എന്നായി കുഞ്ചാക്കോ. നായകൻ അബ്ദുൽ ഖാദർ തന്നെ എന്ന് കുഞ്ചാക്കോ ഉറപ്പിച്ചു. അദ്ദേഹം അങ്ങ് പ്രഖ്യാപിച്ചു. കോശി പറഞ്ഞ ഒന്നും, ഈ തൊണ്ടയിലെ മഴയൊന്നും നായകനൊരു പ്രശ്നവുമില്ല, ഇയാൾ തന്നെയാണ് നമ്മുടെ പടത്തിലെ നായകൻ എന്നങ്ങ് ഉറപ്പിച്ചു. അതോടെ കുഞ്ചാക്കോയും കോശിയും തമ്മിലുള്ള ഉടക്ക് പുറത്തേക്ക് വന്നു. തൻ്റെ അഭിപ്രായത്തിനൊന്നും ഇവിടെ സ്വീകാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ
ഇവിടെ വെച്ച് നമ്മൾക്ക് പിരിയാമെന്നായി കോശി. ഇനി വേണ്ട, സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുന്നതായിരിക്കും നല്ലത്, നമുക്കിവിടെ വെച്ച് പിരിയാം എന്ന് പറഞ്ഞു. കേൾക്കേണ്ട താമസം, എന്നാൽ അങ്ങനെ ആകട്ടെ എന്നായി കുഞ്ചാക്കോ. എങ്ങനെയെങ്കിലും വെളിയിൽ ചാടിക്കാൻ നിൽക്കായിരുന്നല്ലോ. ഉടൻ തന്നെ ഉദയയിലെ ക്യാമറ അസിസ്റ്റൻ്റ് ആയിരുന്ന കൃഷ്ണൻകുട്ടി, ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ, കൃഷ്ണൻകുട്ടി ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ചാക്കോ പറഞ്ഞു ഈ ഖാദറിൻ്റെ സ്ക്രീൻ ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഏർപ്പാടാക്കി. ബിഷപ്പിൻ്റെ വിളി ആരംഭിച്ചു. അതുവരെ കോശിയെ കുഞ്ചാക്കോ വിളിച്ചുകൊണ്ടിരുന്നത് കോശി സാറേ എന്നായിരുന്നു. പക്ഷേ ബിഷപ്പിൻ്റെ വിളി പുരോഗമിച്ച് തുടങ്ങിയപ്പോൾ, ഷൂട്ടിംഗ് പുരോഗമിച്ച് തുടങ്ങിയപ്പോൾ മിസ്റ്റർ കോശി എന്നായി. ഈ കോശി സാറേ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന അതേ ഭാഗത്ത് തന്നെ കുഞ്ചാക്കോ മിസ്റ്റർ കോശി എന്നായി സംബോധന ചെയ്യാൻ. അത് എന്താ പറയുക, കോശിക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. അങ്ങനെ ബിഷപ്പിൻ്റെ വിളിയോടുകൂടി KNK പ്രൊഡക്ഷൻസ് അവസാനിച്ചു. കോശി പിരിഞ്ഞു. കോശി നേരെ പോയത് മെറിലാൻഡിലേക്കാണ്. അത് ഞാൻ മുമ്പൊരു കഥയിൽ പറഞ്ഞു തോന്നണം, അല്ലെങ്കിൽ ഇനിയൊരു കഥ പറയുമ്പോൾ പറയാം. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ജീവിത നൗക സൂപ്പർ ഹിറ്റ് ആയി മാറുകയും ദക്ഷിണേന്ത്യയിൽ മുഴുവൻ 4 ഭാഷകളിലുമായി പണം വാരി പടമായി മാറുകയും ചെയ്തപ്പോൾ തെക്കുറിശ്ശി സുകുമാരൻ നായർ ഉദയയുടെ സ്വന്തമായി. അടുത്ത സിനിമയിലും ഞാൻ തന്നെ ആയിരിക്കും നായകനെന്ന് പാവം തെക്കുറിശ്ശി വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ച് തെക്കുറിശ്ശി നടക്കുമ്പോഴാണ് ബിഷപ്പിൻ്റെ വിളിയിൽ അബ്ദുൽ ഖാദർ നായകനാകുന്നു. അയാളുടെ അച്ഛൻ വേഷം തെക്കുറിശ്ശി ചെയ്യട്ടെ എന്ന് കുഞ്ചാക്കോ തീരുമാനിച്ചു. അങ്ങനെ സംഭവിക്കുമെന്ന് തെക്കുറിശ്ശി ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ ഉദയയോടോ കുഞ്ചാക്കോയോടോ വഴക്കിടാനുള്ള ത്രാണിയും തെക്കുറിശ്ശി മാവനില്ല. കാരണം അത്രയും വീരശൂര പരാക്രമിയായിരുന്നു കുഞ്ചാക്കോ. തെക്കുറിശ്ശിക്ക് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം ഉള്ളിലൊതുക്കേണ്ടി വന്നു. ബിഷപ്പിൻ്റെ വിളി ചിത്രീകരണം നടക്കുമ്പോൾ മരുമകൾ തിയേറ്ററിൽ റിലീസായി. അപ്പോൾ തെക്കുറിശ്ശി കുഞ്ചാക്കോയെ കണ്ടപ്പോൾ രഹസ്യമായിട്ട് കുഞ്ചാക്കോ പറഞ്ഞു, സുകുമാരൻ നായരെ, നമ്മുടെ സിനിമയിൽ നായകനായി അഭിനയിക്കുന്ന പയ്യൻ്റെ സിനിമ തിയേറ്ററിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആരും അറിയാതെ പോയി മരുമകളൊന്ന് കാണണം ഇന്ന് രാത്രി. അപ്പോൾ ഇന്നത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി പോയി മരുമകൾ കാണായിരുന്നു. പടം തുടങ്ങി. അബ്ദുൽ ഖാദർ എവിടെയൊക്കെ ഫ്രെയിമിൽ വരുമോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെയൊക്കെ ജനം കൂകുന്നു. ഓരോ കൂകൽ കാണുമ്പോഴും അറിയാത്ത പോലെ തെക്കുറിശ്ശി അടുത്തിരുന്ന കുഞ്ചാക്കോയെ നോക്കും. കുഞ്ചാക്കോയുടെ മുഖത്ത് യാതൊരു എക്സ്പ്രഷനുമില്ല. പടം കഴിഞ്ഞു. കുഞ്ചാക്കോ ഉദയ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് തെക്കുറിശ്ശിയെ വിട്ടിട്ട് കാറിൽ വീട്ടിലേക്ക് പോയി. തെക്കുറിശ്ശി ഉറങ്ങാൻ കിടന്നു. രാവിലെ കുഞ്ചാക്കോ ഓഫീസിൽ വന്നുടൻ പിയൂണിനെ പറഞ്ഞു വിട്ട് ആ സുകുമാരൻ നായരെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞു. അങ്ങനെ തെക്കുറിശ്ശി കുഞ്ചാക്കോയുടെ റൂമിൽ ചെന്നു, ഓഫീസിൽ ചെന്നു. ഇരിക്കാൻ പറഞ്ഞിരുന്നു. ചായ വന്ന് ചായ കുടിച്ച് പല കാര്യങ്ങളും പറഞ്ഞ ശേഷം, നമ്മൾ ഇന്നലെ കണ്ട സിനിമ എങ്ങനെയുണ്ട്? സിനിമ തിരക്കേടില്ല, കുഴപ്പമില്ലാതെ എടുത്തിട്ടുണ്ട്. അതിലെ നായകനോ? അതിലെ നായകനല്ലേ നമ്മുടെ പടത്തിൽ ഇപ്പോൾ നായകനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തെക്കുറിശ്ശി. അതേ, ആ നായകനെക്കുറിച്ച് എന്ത് തോന്നി? തിരക്കേടില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, സുന്ദരനല്ലേ അയാൾ. പക്ഷേ എനിക്കൊരു വിശ്വാസം വരുന്നില്ല. നമുക്ക് ഇന്നുകൊണ്ട് അയാളെ അങ്ങ് മതിയാക്കിയാലോ? തെക്കുറിശ്ശി വെച്ച് എങ്ങനെ? അല്ല, അയാളുടെ അഭിനയം മതിയാക്കിക്കാം. സുകുമാരൻ നായർ ഒരു കാര്യം ചെയ്യും, ഇത്രയും ദിവസം അഭിനയിച്ച് അയാൾക്ക് ഒരു പ്രതിഫലം കൊടുത്ത് അയാളെ അങ്ങ് പറഞ്ഞു വിട്ടേക്കൂ. എന്നിട്ട് നമുക്ക് ആ വേഷത്തിന് പറ്റിയ വേറൊരാളെ നോക്കാം. അവിടെയാണ് പഴയ കാലത്തെ നടീനടന്മാരുടെയും അല്ലെങ്കിൽ സിനിമാക്കാരുടെ ഒരു ആത്മബലം, ആത്മബന്ധം അല്ലെങ്കിൽ നന്ദി എന്നൊക്കെ പറയുന്നത്. താൻ നായകനായ സിനിമ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത സിനിമയിൽ തന്നെ ഒഴിവാക്കി തന്നെ അച്ഛൻ വേഷത്തിലേക്ക് ഒതുക്കിയിട്ട് ഒരു പുതിയ പയ്യനെ കൊണ്ടുവന്ന് നായകനാക്കി ചെയ്യുന്ന സിനിമയിൽ അച്ഛൻ വേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിനോടാണ് കുഞ്ചാക്കോ പറയുന്നത്, ആ മകനായിട്ട് അഭിനയിക്കുന്ന അയാളെ പറഞ്ഞു വിടൂ, നമുക്ക് വേറെ ആളെ നോക്കാം. വേണമെങ്കിൽ ഒരു പടി കൂടെ കടന്ന് തെക്കുറിശ്ശി പറയാണ്, വേറെ ആളെ നോക്കുന്നതിന് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛനും മകനുമായിട്ട് തെക്കുറിശ്ശിയെ കൊണ്ട് തന്നെ ചെയ്യിച്ചെന്നും വരാം. പക്ഷേ തെക്കുറിശ്ശി സുകുമാരൻ നായർ എന്ന് പറഞ്ഞ മനുഷ്യ സ്നേഹി പറഞ്ഞു, അങ്ങനെ ഒരു പയ്യനെ അഭിനയിപ്പിക്കാൻ വിളിച്ചുകൊണ്ട് വന്ന് അയാൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാതി വഴിയിൽ അയാളെ നിർത്തി പറഞ്ഞു വിടുന്നത് ശരിയല്ല. അങ്ങനെ വിടുകയാണെങ്കിൽ എന്നെയും ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കൂ. ഒരിക്കലും കുഞ്ചാക്കോയ്ക്ക് തെക്കുറിശ്ശി ഒഴിവാക്കാക്കില്ല. കാരണം തിരക്കഥാ സംഭാഷണം എല്ലാം ചെയ്യാനറിയാവുന്ന ദക്ഷിണേന്ത്യയിലെ ഒരു സൂപ്പർ താരമായി വിലസുന്ന തെക്കുറിശ്ശിയെ പണക്കാൻ കുഞ്ചാക്കോ തയ്യാറല്ല. സുകുമാരൻ നേരെ അങ്ങനെ വാശി പിടിക്കരുതേ, നിങ്ങൾ ഇന്നലെ കണ്ടതല്ലേ തിയേറ്ററിലെ കൂവൽ, അതൊക്കെ നടക്കും, അത് അയാളുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല.
അയാൾ മിതത്വത്തോടെ അഭിനയിച്ചിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ തമിഴിലെ അതിഭാവുകത്വമുള്ള അഭിനയങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഈ അബ്ദുൽ ഖാദറിനെ പോലുള്ള ആളുകളുടെ ഈ ജീവിക്കുന്ന പോലുള്ള അഭിനയമൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് തെക്കുറിച്ച് വിട്ടില്ല. ഒരേ ബഹളമായി. നിങ്ങൾ കാര്യം ഒരു പ്രശ്നവുമില്ല മുതലാളി, നിങ്ങളൊരു കാര്യം ചെയ്യൂ, അയാളെയും കട്ട് ചെയ്യൂ, എന്നെയും കട്ട് ചെയ്യൂ. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, കുഞ്ചാക്കോ പറഞ്ഞിട്ടാണ് പ്രേം നസീർ അറിയുന്നത്, ബിഷപ്പിൻ്റെ വെളിയിലെ നായകനായ താങ്കളെ കട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ട് അത് സമ്മതിക്കാതെ നിങ്ങളെ കട്ട് ചെയ്യുകയാണെങ്കിൽ എന്നെയും കട്ട് ചെയ്തേക്കൂ എന്ന് പറഞ്ഞ ആളാണ് സുകുമാരൻ നായർ, തെക്കുറിശ്ശി സുകുമാരൻ നായർ എന്നുള്ള രഹസ്യം പ്രേം നസീർ അറിയുന്നത്